നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അഭിപ്രായം ഒരു ചാൻസും കൂടി കൊടുക്കാന്ന. കാരണം നമ്മുടെ ഇവിടുത്തെ മോള് ജനിച്ച ദിവസം തന്നെയാണ് ശിവന്റെ മോളും ജനിച്ചത്. നമ്മൾ ഇയാളെ വിഷമിപ്പിച്ചിറക്കി വിട്ട ആ കുഞ്ഞ് വളരെ ദാരിദ്ര്യത്തിലാവും. നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് ഇയാളോട് ക്ഷമിക്കാന്ന എന്റെ അഭിപ്രായം. പക്ഷേ അവന്തിക സമ്മതിക്കുന്നില്ല. മോളുടെ അഭിപ്രായം എന്താ? അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഇക്കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാന്ന് വെച്ചാ അത് ശരിയുള്ള കാര്യമല്ല. കാരണം ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്നിരുന്നാലും അച്ഛൻ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. മുമ്പ് ചെയ്തൊരു തെറ്റ് ഇവിടെ വന്ന് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ഒരാളെ കൈവിടരുതെന്നാ എൻ്റെ അഭിപ്രായം. നമ്മുടെ സന്ദീപിനെ പോലെ തന്നെ ഇന്ന് അച്ഛനായ ഒരു മനുഷ്യനായി ഇദ്ദേഹം. ഇദ്ദേഹത്തോടല്ലെങ്കിലും ആ കുഞ്ഞിനോട് ഒരു കരുണ കാണിക്കേണ്ട അച്ഛ. നമുക്ക് ഒരവസരം കൂടി കൊടുക്കാം. ഇയാളെ ഓഫീസിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവിടുന്ന് ഇനിയും പൈസ എടുത്ത് തിരിമറി നടത്തും ഇയാള്. ഒരിക്കൽ വിശ്വാസവഞ്ചന കാണിച്ച ഇയാളെ എന്ത് വിശ്വസിച്ചാ വീണ്ടും ഓഫീസിൽ ജോലി കൊടുക്കുന്നത്? ഓഫീസിലെ പൈസ എടുത്ത് തിരിമറി നടത്തിയത് ഇയാള് മാത്രമല്ലല്ലോ. ഏട്ടത്തി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇദ്ദേഹം ചെയ്ത അതേ കുറ്റം ചെയ്ത ആളാ ഏട്ടത്തിയും. എന്നിട്ട് ഏട്ടത്തിയോട് എല്ലാവരും ക്ഷമിച്ചില്ലേ? അതൊക്കെ പറഞ്ഞു തുടങ്ങിയ കുറെ പറയേണ്ടി വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നേ നല്ലത്. അച്ഛാ, ഓഫീസിലേക്ക് ഇനി ഇദ്ദേഹത്തെ ജോലിക്ക് അയക്കണ്ട. അത് മറ്റൊന്നും കൊണ്ടല്ല. അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നിട്ട് പുറത്താക്കപ്പെട്ട ഒരാളെ ഇനി ആരും അവിടെ വകവെക്കില്ല. പരിഹാസത്തോടെ ആയിരിക്കും ഇദ്ദേഹത്തെ അവിടെ എല്ലാവരും കാണുന്നതും. മറ്റെന്തെങ്കിലും ഒരു ജോലി കൊടുക്കുന്നതാവില്ലേ നല്ലത്? നമ്മളായിട്ട് ആരുടെ അന്നം മുട്ടിക്കണ്ട അച്ഛാ. തെറ്റേറ്റു പറഞ്ഞ് സഹായിക്കണമെന്ന് പറഞ്ഞു വരുന്നവരെ വിഷമിപ്പിച്ച് തിരിച്ചുവിടുന്നത് പാപമല്ലേ? മോള് പറഞ്ഞതാ അതിന്റെ ശരി. ഓഫീസിൽ ജോലിക്ക് പോകണ്ട, ഇവിടെ നിന്നാ മതി. ഇവിടെ ഒരു കാര്യസ്ഥനായും ഡ്രൈവറായും ഒക്കെ നിൽക്ക്. തനിക്കും തന്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കാനുള്ള ശമ്പളം ഇവിടുന്ന് തരാം. എന്താ, അതിന് അസൗകര്യം വല്ലതും ഉണ്ടോ ശിവരാമ? അയ്യോ, ഒരസൗകര്യമില്ല. സാറ് പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. നന്ദിയുണ്ട് സാറേ എന്നോടുള്ള ഈ മനസ്സറിവിന്. ഇനി ഒരു പ്രശ്നവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ പിരിച്ചുവിടൽ മാത്രമായിരിക്കില്ല ചെയ്യാൻ പോകുന്നത്. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നിന്നോളാം സാറേ. ഈശ്വരനാണ് സത്യം. എങ്കിലിപ്പോ പോയിട്ട് നാളെ വാ. ബാക്കി അപ്പം സംസാരിക്കാം. സാർ, വലിയ ഉപകാരം. ശിവരാമന്റെ സമയം നല്ലതാ. ഇത് ഇത്രയും പെട്ടെന്ന് ശരിയാവുന്ന ഞാനും കരുതിയില്ല. എന്തായാലും താൻ ചെല്ല്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പ്ലാൻ ചെയ്യാം. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.